ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ദൈവതിരുനാമത്തിന് മഹത്വം. നമ്മൾ പാടിയതുപോലെ നമ്മൾ പലപ്പോഴും ബലഹീനരെന്ന് തോന്നുന്നതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ നോക്കുകയും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ നോക്കിക്കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭവിച്ചു, ഞാൻ എന്തിന് ഭൂമിയിൽ ഒരു ഭാരമായിരിക്കുന്നു, എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളതായ നിരാശയുടെ തോന്നലുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നതായ വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവീക പദ്ധതികളെ തിരിച്ചറിയുവാൻ നമുക്ക് പലപ്പോഴും പ്രയാസമേറിയ കാര്യങ്ങളാണ്. പലപ്പോഴും ദൈവം നമ്മളെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും നമ്മളെ ശക്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴുമൊക്കെയും വീണ്ടും വീണ്ടും ഈ അപകർഷതാബോധം നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതായ വ്യക്തിജീവിതങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മോശ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ മോശയെ ഒരു ദൈവീക ദൗത്യത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മോശ ദൈവത്തോട് ഒത്തിരി പരാതികൾ പറയുന്നു. ഞാൻ കുറവുള്ളവനാണ്, വിക്കുള്ളവനാ, തടിച്ച നാവുള്ളവനാ, എനിക്കിത് സാധ്യമാകുമോ? ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മോശ ഒത്തിരി ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ, അല്ലെ തന്നിലുള്ളതായ തൻ്റെ ബലഹീനത എപ്പോഴും തന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ, ഞാൻ പറഞ്ഞതുപോലെ ഒരു അപകർഷതാബോധം തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും തന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ദൈവത്തോട് ഇത് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവം കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയെ ഞാൻ അല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായ നിയോഗങ്ങളെ, ദൈവീക പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പലപ്പോഴും പ്രയാസമാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം തൻ്റെ പദ്ധതികളെ പൂർത്തിയാക്കുന്നതിലൂടെ ദൈവത്തിന് തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ മോശയോട് പറഞ്ഞു, മോശയെ, നിന്നെ ഞാൻ അയക്കുന്നുവെങ്കിലും എൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നീ ഒരു പങ്ക് വഹിക്കുന്നു, നീ ഒരു പാത്രമായി, അതിനൊരു മുഖാന്തരമായി തീരുന്നു. നീയല്ല അവിടെ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്, നിന്നിലൂടെ ഞാനാണ് അവിടെ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഒരു നല്ല കഴിവുള്ളവനെ തിരഞ്ഞെടുത്ത് അയച്ചിരുന്നുവെങ്കിൽ അവൻ തൻ്റെ കഴിവിൽ പ്രശംസിച്ചേനെ. എന്നാൽ ഇവിടെ കഴിവ് കുറഞ്ഞതായ ബലഹീനരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. 1-2 വാക്യങ്ങൾ അതിനുവേണ്ടി വായിക്കട്ടെ. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇപ്രകാരം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. എത്ര കൃത്യമായിട്ടാണ് ദൈവം തൻ്റെ നിയോഗത്തെ, തൻ്റെ പദ്ധതികളെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കാർക്കും പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല. നമ്മളൊക്കെ ഒരു നിയോഗം പോലെ ദൈവിക പദ്ധതിയിൽ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം അവിടെ പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ.
എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിനു തന്നെ. അതേ പ്രിയമുള്ളവരെ, 115 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിനു തന്നെ മഹത്വം വരേണമേ. ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെയൊക്കെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതിന് ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ദൈവിക പദ്ധതി പ്രകാരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക. ഇങ്ങനെ എന്നെ സൃഷ്ടിപ്പാൻ ദൈവത്തിന് മനസ്സ് തോന്നിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിരാശപ്പെടുവാനോ പരാതിപ്പെടുവാനോ കുറ്റപ്പെടുത്തുവാനോ അസ്വസ്ഥരാകുവാനോ അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ദൈവം തൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കുമ്പോൾ അതിനൊരു മുഖാന്തരമായി എന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ളതായ സ്നേഹവും വിശ്വസ്തതയുമാണ്. മോശ എന്ന വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ബലഹീനനായിരുന്നുവെങ്കിലും ഇന്നും ആ മോശയിലൂടെ അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിച്ചു. അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാക്കി നിലനിർത്തി. ഇന്നും ആ മോശ നമ്മളിലൂടെ ജീവിക്കുന്ന ആ സാക്ഷിയായി, അല്ലെങ്കിൽ തൻ്റെ പ്രമാണങ്ങളിലൊക്കെയും ദൈവം തൻ്റെ പ്രമാണങ്ങളെ മോശയിലൂടെയൊക്കെ ജനത്തിന് നൽകിയതൊക്കെ നമുക്കറിയാം. ഒരു വലിയ നേതാവാക്കിയൊക്കെ തീർത്തു. അതേ പ്രിയമുള്ളവരെ, നമ്മളൊരു സമർപ്പണമുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. ബലഹീനമായത് തിരഞ്ഞെടുത്ത് ബലവാന്മാരെ ലജ്ജിപ്പിച്ചതുപോലെ പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് നമ്മളെപ്പറ്റിയൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. നമ്മളാരും അങ്ങനെ വെറുതെ വന്നവരല്ല. അപ്പോൾ ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെ അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതായ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. എന്താണ് കർത്താവേ എന്നിലൂടെയുള്ള നിൻ്റെ ദൈവിക പദ്ധതി? അതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അതിലൂടെ നിനക്ക് എന്താണോ ഈ ലോകത്തിൽ പ്രവർത്തിപ്പാനായിട്ടുള്ളത് അതെന്നിലൂടെ പ്രവർത്തിപ്പാൻ ഞാനൊരു പാത്രമായി എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, ഈ വായിച്ചതുപോലെ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് സന്തോഷകരമായ അല്ലെങ്കിൽ പ്രസാദമുള്ളതായ ഒരു ജീവിതം നയിപ്പാനായിട്ട് സാധിക്കും. ആ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു വലിയ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഈ അത്യന്തം ശക്തി ഈ മൺകൂടാരത്തിലേക്ക് നമുക്ക് പകർന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണ മനുഷ്യരായിട്ടല്ല, ആ ദൈവീക കൃപയുള്ളവരായിട്ട് ലോകത്തിൽ ശോഭിക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ നിന്ദിതരാകത്തില്ല, ലജ്ജിതരാകത്തില്ല, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നു. ആ ദൈവിക പദ്ധതി നമ്മളിലൂടെ പൂർത്തിയാകട്ടെ. പ്രാർത്ഥിക്കാം. അതേ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ബലഹീനതകളിൽ ഞങ്ങൾ പ്രശംസിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഇല്ലായ്മകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ബലഹീനരും കർത്താവെ അശക്തരുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തുവെന്നും ദൈവിക പദ്ധതി പൂർത്തിയാക്കുന്നതിന് ഞങ്ങളൊരു മുഖാന്തരങ്ങളാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിലൂടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തി അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരും നിരാശയിൽ പെട്ടുപോകുവാൻ അവിടെ ഇടയാകരുത്. ആരും തങ്ങളുടെ ജീവിതത്തെ കർത്താവെ ദോഷമായിട്ട് ചിന്തിപ്പാനായിട്ട് ഇവിടെ ഇടയാകരുത്. ദൈവം തന്നതായ ഈ വലിയ ജീവിതത്തെ ദൈവിക പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.